ഹേ ഗായ്സ്, എല്ലാവർക്കും മനസ്സിലാക്കുന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ഇന്ന് ഒരു സ്പോർട്സ് റിവ്യൂ ആണ്. മറ്റാരും കുറിച്ചല്ല, നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ക്രിക്കറ്റ് ടീമിനെ കുറിച്ച്, T20 ക്രിക്കറ്റ് ടീമിനെ കുറിച്ച്. കഴിഞ്ഞ വേൾഡ് കപ്പ് നേടുന്ന അതേ T20 ടീമിനെ കുറിച്ചല്ല, കുറച്ച് അടിച്ചുപണികളൊക്കെ നടത്തി ഗൗതം ഗംഭീർ കൊളവാക്കിയ T20 ടീമിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. സോറി കേട്ടോ, ഇതിൽ ഗൗതം ഗംഭീറിനെ മാത്രം ഞാൻ കുറ്റം പറയത്തില്ല. സെലക്ടേഴ്സ് ആയിട്ടുള്ള അഗാർക്കറും പിന്നെ ബാക്കി സെലക്ടേഴ്സും എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. ക്രിക്കറ്റിനെ കൊല്ലുന്നതിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ ആകപ്പാട് ഇന്ത്യ ഇത്തിരിയെങ്കിലും മെച്ചം ഉണ്ടായിരുന്നതും കുറേ ഫേമസുമായിട്ട് ഇന്ത്യ വേൾഡ് ചാമ്പ്യൻസും ഒക്കെ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അതും നിങ്ങൾ കുളവാക്കി. ഞാൻ ഉദ്ദേശിച്ച ക്രിക്കറ്റിലാണ് കേട്ടോ. ക്രിക്കറ്റിൽ ടെസ്റ്റ് ഓടിയും ഗംഭീർ ഒരു പരുവാക്കി വെച്ചിരിക്കുക. ആകപ്പാട് വേൾഡ് നമ്പർ 1 റാങ്കിങ്ങിലൊക്കെ ഉണ്ടായിരുന്നത് ഈ T20 ടീമായിരുന്നു ഇന്ത്യയുടെ. അത് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാണ് T20 ടീം. അത് മാറ്റി ഇപ്പോൾ ശ്രേയസ് അയ്യറിനെ ആക്കി പാവപ്പെട്ട മനുഷ്യൻ അങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് ഒരു സീരീസ് പോലും ഇന്ത്യ T20 ജയിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ ഇന്ത്യ തോറ്റപ്പോൾ ഞാൻ സങ്കടപ്പെട്ടില്ല. കാരണം നമുക്ക് വേൾഡ് കപ്പ് നേടുന്ന പ്രധാനപ്പെട്ട 3 ഇന്നിംഗ്സ് കളിച്ച് നമ്മൾ സഞ്ജയ് 2-3 കളി മോശമായപ്പോൾ തന്നെ പിടിച്ച് ബെഞ്ചിൽ കിട്ടും. വേൾഡ് കപ്പും IPL ഈ സീരീസൊന്നും നന്നായിട്ട് കളിക്കാത്ത ചില പ്രത്യേക ആൾക്കാരെ ഇപ്പോഴും ടീമിൽ വെച്ച് പുലർത്തുകയും ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നത്തില്ല ഈ കളി ഇന്ത്യ തോറ്റിരുന്നെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഇന്ത്യ കളിക്കുന്ന 2 സീരീസ്, അത് അയർലൻഡുമായിട്ട് ഇംഗ്ലണ്ടുമായിട്ട് കളിച്ച 2 സീരീസും ഇന്ത്യ വിജയകരമായി പരാജയപ്പെട്ടിരിക്കുന്നു ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലെ പിച്ച് ഇന്ത്യൻ പിച്ച് പോലെയല്ല. ജോഫ്ര ആർച്ചർ കളിയാക്കി പറഞ്ഞു IPL ഇന്ത്യൻ പിച്ചൊക്കെ ഫ്ലാറ്റ് ആണ്, അത് കണ്ടുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ പിച്ച് കളിക്കാൻ വരുന്നത്. അത് സത്യമാണ്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്യാൻ വരുന്നത് റൈറ്റ് ഹാൻഡേഴ്സ് ബാറ്റ്സ്മാൻസിനാണ്. ഗംഭീർ ഇംഗ്ലണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ജയിച്ചോട്ടെ എന്ന് കരുതി മൊത്തം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ബാറ്റ്സ്മാൻസിനെ ഇറക്കി ഇന്ത്യൻ ടീമിനെ നശിപ്പിച്ച്. ഞാൻ ഈ പറഞ്ഞ ചില ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞില്ല. ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പർ ആവാൻ നല്ലതല്ല. പുള്ളി ബാറ്റ്സ്മാനാണ്, ബാറ്റ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ തിലക് വർമ്മ എന്തിനാണ് പുള്ളി ഈ ടീമിൽ എടുത്തിരിക്കുന്നത് പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി ഒരു ക്രിക്കറ്റർ എന്നുള്ള കാര്യം പുള്ളി മറന്നു തോന്നുന്നു. പിന്നെ ഹർഷ്ദീപ് സിംഗ് വേൾഡ് കപ്പിലൊക്കെ നല്ലതായിരുന്നു. IPL ഒരു പകുതി ആയപ്പോഴത്തേക്കും പുള്ളിയുടെ ഫോം പോയി, ഇപ്പോഴും ഫോമില്ല. പിന്നെ പ്രിൻസ് യാദവാണ് കുറച്ചുകൂടെ നന്നായിട്ട് കളിക്കുന്നത്. പിന്നെ നമ്മുടെ വൈഭവ് സൂര്യവംശി ഒരുപാട് മാജിക്ക് പ്രതീക്ഷിച്ചാണ്. പക്ഷേ 3 കളിയായിട്ട് ഇംഗ്ലണ്ടുമായിട്ട് വൈഭവ് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഏറ്റവും വലിയ മോശമായിട്ട് തിലക് വർമ്മയാണ്. ഇന്നലെ ചെറിയ മാറ്റം വരുത്തി വാഷിംഗ്ടൺ സുന്ദറിന്റെ ടീമിൽ ഇറക്കി. എന്തിനാണ് സത്യത്തിൽ ഈ മനുഷ്യൻ ഈ ടീമിൽ നിന്ന് പോലും ആക്കും അറിയത്തില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ സ്കോർ. ഇന്ത്യ കഷ്ടപ്പെട്ട് 20 ഓവർ കൊണ്ട് എടുത്തത്. ഇന്നലെ പിന്നെ നല്ലത് ശ്രേയസ് മാത്രമായിരുന്നു. ശ്രേയസ് ക്യാപ്റ്റനോട് ജയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കളിച്ചതാണ്. പിന്നെ ഈ 158 എന്ന് പറയുന്ന സ്കോർ ഇംഗ്ലണ്ട് വെറും 13 ഓവറിൽ ഫിനിഷ് ചെയ്തെടുത്തു. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ സത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ദിസ് മീ സൈനിങ് ഓഫ് ഫ്രം പൊന്നസ് വ്ലോഗ്സ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.